ഹലോ ഗൈസ്, എല്ലാവർക്കും SM ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. ആദ്യത്തെ ഒരു വീഡിയോ കൂടാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആറ്റോമിക് ഹാബിറ്റ്സ് എന്നൊരു പുസ്തകത്തിലെ ചെറിയൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സ് അത് സയൻറ്റിഫിക്കായിട്ട് എങ്ങനെ വർക്കാവുന്നു, എങ്ങനെ ഏതൊക്കെ സ്റ്റെപ്പിലൂടെ വർക്കാവുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതിന് 4 സ്റ്റെപ്പുകളാണുള്ളത്. ആ 4 സ്റ്റെപ്പാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനും. ക്യൂ, ക്രാവിങ്, റെസ്പോണ്ട്, റിവാർഡ്, ഇതൊക്കെയാണ് ആ 4 സ്റ്റെപ്സ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യത്തെ സ്റ്റെപ്പ് ക്യൂ ആണ് നമ്മുടെ തലച്ചോറിനെ ഒരു കാര്യത്തെ ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി, ഒരു ബിഹേവിയർ ചെയ്യാൻ വേണ്ടി. അത് നമ്മുടെ റിവാർഡിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ പൂർവികർ മെയിനായിട്ട് അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആഹാരം, ജലം, ലൈംഗികത. ഇവ മൂന്നുമായിരുന്നു അന്നത്തെ ആൾക്കാർ. എന്നുവെച്ചാൽ ഒരു സ്റ്റോൺ ഏജ്, ആ ഒരു കാലഘട്ടം എന്ന് വേണേൽ പറയാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ മെയിനായിട്ട് ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഈ 3 കാര്യങ്ങളിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതലും ഈ ക്യൂ എന്ന ഇതിന് ഉപയോഗിക്കുന്ന സെക്കൻഡറി ആയിട്ടുള്ള റിവാർഡ്സാണ്. എന്ന് വെച്ചാൽ മണി, ഫെയിം, പവർ ആൻഡ് സ്റ്റാറ്റസ്, പിന്നെ പ്രൈസും നമ്മുടെ അപ്രൂവലും, പിന്നെ ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഈ 3 ഇത്തരം കാര്യങ്ങളാണ്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രാവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷണൽ ഫോഴ്സാണ്. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കൊതിപ്പിക്കുക അല്ലെങ്കിൽ ഉത്സാഹപ്പെടുത്തുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ തോന്നിക്കും. അപ്പം നമുക്കിപ്പോൾ ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നുന്നതുകൊണ്ട് ഒരു റിലാക്സേഷൻ എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും സിഗരറ്റ് വലിക്കാനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നത്. ചിലർക്ക് ചിലപ്പോൾ ഇപ്പം TV കാണുന്നതിലൂടെയായിരിക്കും. ഇപ്പോൾ TV അല്ലല്ലോ, ഇപ്പം ഇൻസ്റ്റാ റീൽസല്ലേ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഹൈ ഡോപ്പമിൻ റിലീസാണ് അതിനകത്ത് ഉണ്ടാകുന്നത് കൂടുതലും, കുറേ നേരം നോക്കിയിരിക്കുമ്പോഴേ. കാരണം നമുക്കതിൽ നിന്ന് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ 50 സെക്കൻഡ് 20 സെക്കൻഡ് വെച്ചൊക്കെ വന്നുകൊണ്ടായിരിക്കുന്നത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച്. കാരണം നമുക്കതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്തതിൻ്റെ കാര്യം ഇത് തന്നെയാണ്, ഈ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അതൊരു മോട്ടിവേഷനായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അത്ര നേരം ഇരിക്കുന്നത് അതിനകത്ത്. അതാണ് ഈ ക്രാവിങ് എന്ന് പറയുന്നത്. അത് ക്യൂവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ക്യൂ എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്സർവറിന് ഈ പറഞ്ഞ പോലെ അയാൾക്കുണ്ടാകുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ തോട്ട്സ്, ഇമോഷൻസ് അതെല്ലാം ട്രാൻസ്ഫോം ചെയ്ത് ഈ പറഞ്ഞ പോലെ ക്രാവിങ്ങിലോട്ട് കൊണ്ടുപോകുന്നു. ക്രാവിങ് ഈ പറഞ്ഞ പോലെ അത് ഓരോ വ്യക്തിയിലും ഓരോ രീതിയിലായിരിക്കും തോന്നിക്കുന്നത്. ഇനി അടുത്ത തേർഡ് സ്റ്റെപ്പാണ് റെസ്പോണ്ട് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ള, എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആദ്യം ഞാൻ പറഞ്ഞ 2 സ്റ്റെപ്പിലെ ക്യൂ പ്ലസ് ക്രാവിങ്സ് ഈസ് ഈക്വൽ റെസ്പോണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു മോട്ടിവേഷൻ ഫോഴ്സും ഒരു ഇനിഷ്യേറ്റീവും ഒരു മോട്ടിവേഷൻ ഫോഴ്സും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ആ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് ഈ റെസ്പോണ്ട് എന്ന് പറയുന്നത്. അത് റെസ്പോണ്ട് ഉണ്ടാകുന്നത് അത് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തുമാത്രം മോട്ടിവേറ്റഡ് ആണെന്നുള്ള ഒരു ഇതാണ്. ഒരു കാര്യം നമുക്കിപ്പം ഒരാളിപ്പോൾ ഒരു ജിമ്മിൽ പോകാൻ ഇപ്പോൾ ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ്. അയാൾക്കൊരു മസിൽ വെക്കണം, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കണം, ഫിറ്റായിട്ടിരിക്കണം, അല്ലെങ്കിൽ ബൾക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം അയാളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്, ആ ഒരു ക്രാവിങ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അയാൾ ഈ ജിമ്മിൽ പോകുന്നത് എല്ലാ ദിവസവും. അപ്പോൾ അത് ചിലപ്പോൾ ഇപ്പം റെസ്പോൺസ് ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു അബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ക്ഷമത അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഒരു ഹാബിറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരാൾക്കിപ്പോൾ പട്ടാളത്തിൽ കയറാൻ താല്പര്യമുണ്ട്, പക്ഷേ പട്ടാളത്തിൽ ചുമ്മാ കയറാൻ പറ്റത്തില്ല. അതിന് ഇത്രയും ഒരു ഹൈറ്റ് വേണ്ടേ. ആ ഹൈറ്റ് ഇല്ലെങ്കിൽ, ആ വ്യക്തിക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ അയാൾ പട്ടാളത്തിൽ കയറാൻ സാധിക്കുമോ? അതുപോലെ തന്നെയാണ് ഈ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആൾ. അവന് കളിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷേ ഹൈ ആയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഈ പറഞ്ഞ പോലെ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ അതൊരു ഔട്ട് ഓഫ് ലക്ക് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു റെസ്പോണ്ട് എന്ന ഈ ഒരു പ്രാക്ടിക്കൽ ലൈഫാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇനി അവസാനമായിട്ട് പറയാൻ പോകുന്നത് റിവാർഡ്, 4ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള റിവാർഡിനെ പറ്റിയാണ്. റിവാർഡിന് ഇപ്പോൾ ഈ പറഞ്ഞ ഈ 3 സ്റ്റെപ്പ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്ന ഈ ഒരു റിവാർഡിനെ ആസ്പദമാക്കിയാണ്. അത് നമ്മുടെ ക്യൂവിൽ നിന്നാണ് ആദ്യം ഇത് ഉണ്ടാകുന്നത്. ക്യൂ ആണിത് നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത്, ഈ ഒരു റിവാർഡിനെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ക്രേവിങ് ഈ ഒരു റിവാർഡ് ആവശ്യപ്പെടും. ക്രാവിങ് എന്ന ഈ ഒരു സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പ് ഈ പറഞ്ഞ റിവാർഡിനെ ആവശ്യപ്പെടുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതൊരു മോട്ടിവേഷൻ ഫോഴ്സായിട്ട് വരിക ചെയ്യുന്നത്. റെസ്പോണ്ട് ഈ പറഞ്ഞ പോലെ അതിനെ ഒബ്റ്റെയിൻ ചെയ്യാനാണ് നോക്കുന്നത്, അതിനെ നേടിയെടുക്കാനാണ് നോക്കുന്നത്, ഈ പറഞ്ഞ റിവാർഡിനെ. അപ്പോൾ ഈ ഒരു 4 സ്റ്റെപ്സിലൂടെയാണ് ഒരാളുടെ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ
ആക്ട് ഓഫ് ആക്ഷൻ ഉണ്ടാവുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ റിവാർഡിനെ ചേസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. 2 പർപ്പസ് ഉണ്ട് അതിന്. 1 നമ്മളെ സാറ്റിസ്ഫൈ ആക്കും, 2 നമ്മളെ അത് പഠിപ്പിക്കും ആ ഒരു റിവാർഡിലൂടെ. അപ്പം റിവാർഡിൻ്റെ ഫസ്റ്റ് പർപ്പസായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ അത് എങ്ങനെയാണ്? അത് നമുക്കിപ്പം കഴിക്കുന്ന ആഹാരവും ജലവും ഇത് നമുക്ക് ഒരു എനർജി ഡെലിവർ ചെയ്യും നമ്മുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി, ഒരു സർവൈവൻസിന് വേണ്ടി. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊമോഷൻ, അതിലൂടെ നമുക്ക് എന്തുണ്ടാകും? നമുക്ക് പൈസ ഉണ്ടാകുന്നു, റെസ്പെക്റ്റും ഉണ്ടാകും. അതുപോലെ തന്നെ ആണ് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഷേപ്പ് ആവുക, നമ്മുടെ ഇപ്പോൾ ബോഡി ഷേപ്പ് ആകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഡേറ്റിംഗ് പ്രോസ്പെക്ട്സിന് വേണ്ടിയാണ്. അപ്പം ഇനി നമുക്ക് പറയാൻ സെക്കൻഡായിട്ട് പറയാൻ പോകുന്ന റിവാർഡെന്ന് പറയുന്നത്, സെക്കൻഡ് റിവാർഡെന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ടീച്ച് ചെയ്യുന്ന റിവാർഡ്. അതെന്താ? നമ്മളെ ഓരോ ആക്ഷൻസിലൂടെ നമ്മളെ ഓരോ റിവാർഡ് നമ്മുടെ ബ്രെയിൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കുണ്ടാകുന്ന റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് പ്രഷറും ഫീലിംഗ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റും, അത് ഈ പറഞ്ഞ പോലെ 2 ആക്ഷൻസ്. അതിനനുസരിച്ച് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ താല്പര്യപ്പെടും. അപ്പോൾ അങ്ങനെ താല്പര്യപ്പെടുന്നതനുസരിച്ച് പറഞ്ഞ പോലെ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ആയിരിക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മളെ ടീച്ച് ചെയ്യിപ്പിക്കും നമുക്ക് എന്താണ് കംഫർട്ടബിൾ, നമുക്കെന്താണ് ഡിസ്കംഫർട്ടായിട്ടുള്ളത് എന്നൊക്കെ നമ്മളെ ഒരു ഫീഡ്ബാക്കായിട്ട് നമുക്ക് ബ്രെയിൻ കൊണ്ടുതരും നമ്മുടെ മനസ്സിൽ തന്നെ. അതാണ്. അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോയിൽ പറയാൻ സാധിക്കുന്നത്. അപ്പം എന്തേലും തെറ്റുണ്ടെങ്കിലൊന്ന് അറിയിക്കുക. എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കമൻറ്റിലോട്ട് അറിയിക്കുക. പിന്നെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മയൊക്കെ കാണുമായിരിക്കും. കുറച്ചുകൂടി ഇനി അടുത്ത വീഡിയോ മുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം, ഓരോ പെർസെൻറ്റേജ് വെച്ചൊക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. പിന്നെ തുടർന്നുള്ള വീഡിയോസ്, ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ളതും ഹെൽപ്പിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഈ ചാനൽ കൂടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്.